നമസ്കാരം. ഇസ്രായേൽ വിടുന്ന മട്ടില്ല. മൊസാദിൻ്റെതടക്കമുള്ള രഹസ്യ താവളങ്ങൾ ഇറാനിൽ പലയിടത്തും ഉയർന്നു കഴിഞ്ഞു. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനി ഏതോ ഒരു ബങ്കറിലേക്ക് മാറി. പക്ഷേ കൃത്യമായി ആ ബങ്കറിനുള്ളിലേക്ക് അടുത്ത മിസൈൽ പതിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇസ്രായേൽ അതിശക്തമായി തന്നെ ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുകയാണ്. മാത്രമല്ല, ഏതാനും നാൾ മുമ്പ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞതുപോലെ പാകിസ്ഥാനെ തീർക്കും എന്നുള്ള ചർച്ചകളും ഇപ്പോൾ നടന്നു വരികയാണ്. ലോക നേതാക്കളൊക്കെ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നയതന്ത്ര വിദഗ്ധരും യുദ്ധ വിദഗ്ധരും ഒക്കെ തന്നെ ഈ ഒരു വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതീവ രഹസ്യമായി മൊസാദ് താവളങ്ങൾ ഇറാനിൽ ഉയരുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ പാടെ ദുർബലമാക്കാൻ ഡ്രോൺ ബേസുകൾ, അത്യന്താധുനിക ആയുധങ്ങൾ വാഹനങ്ങളിൽ ഇറാനിലേക്ക് ഇസ്രായേൽ കടത്തുന്നു എന്ന റിപ്പോർട്ടുണ്ട്. ഒപ്പം മിടുമിടുക്കന്മാരായ കമാൻഡോകളെയും വിന്യസിച്ചു. ഒറ്റ രാത്രി കൊണ്ട് ഇറാന്റെ ആണവ മിസൈൽ കേന്ദ്രങ്ങളെ ഇസ്രായേൽ തകർത്തെറിഞ്ഞു എന്നുള്ള റിപ്പോർട്ടും വരുന്നുണ്ട്. അതിശക്തമായി തന്നെ ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ മുന്നേറുകയാണ് എന്നാണ് IDF-ഉം ബെഞ്ചമിൻ നെതന്യാഹുവും ഇപ്പോൾ അവകാശപ്പെടുന്നത്. അയത്തുള്ള അലി ഖൊമേനി എവിടെ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ബങ്കറിനുള്ളിലാണെങ്കിലും അയാൾ എന്തെടുക്കുകയാണ് എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. ഒറ്റ രാത്രി കൊണ്ട് ഇറാന്റെ ആണവ മിസൈൽ പദ്ധതിക്ക് ശക്തമായ പ്രതിരോധം തീർത്ത് അവയെ തകർത്തെറിയാൻ ശ്രമിച്ചുകൊണ്ട് ഇസ്രായേൽ മുന്നേറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഓപ്പറേഷനായി ഇസ്രായേലിന് വർഷങ്ങളുടെ ഒരുക്കത്തിന്റെ കഥ പറയാനുണ്ട് എന്ന ഒരു ചരിത്രപരമായ വസ്തുത കൂടി ഇപ്പോൾ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ ഒരു തയ്യാറെടുപ്പ്. ഇറാനെതിരെയുള്ള ഈ നീക്കത്തിന്റെ തയ്യാറെടുപ്പ് തുടങ്ങിയിട്ട് വർഷങ്ങളായി എന്നുള്ള ചില റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇറാന്റെ ഉള്ളിൽ രഹസ്യമായി ഒരു ഡ്രോൺ ബേസ് സ്റ്റേഷൻ ഇസ്രായേൽ സ്ഥാപിച്ചു എന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ അത്യന്താധുനികമായ കൃത്യതയാർന്ന ആയുധ സംവിധാനങ്ങൾ വിന്യസിച്ചതിനൊപ്പം കമാൻഡോകളെയും ഇറാനിലേക്ക് കടത്തി. അതായത് ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ ഒറ്റ രാത്രി കൊണ്ടല്ല, വർഷങ്ങളായുള്ള സൂക്ഷ്മമായ തയ്യാറെടുപ്പിന്റെ ഫലമാണെന്ന് ചുരുക്കം. ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദും ഇസ്രായേൽ പ്രതിരോധ സേനയും സംയുക്തമായിട്ടാണ് പദ്ധതി ആസൂത്രണം ചെയ്തത്. ടെഹ്റാന് സമീപത്താണ് മൊസാദ് ഏജന്റുമാർ ഡ്രോൺ ബേസ് ഉണ്ടാക്കിയത്. ഇത് ഇറാൻ അറിഞ്ഞത് പോലുമില്ല. ഈ ഡ്രോണുകളെ സജീവമാക്കുകയും ഇസ്രായേലിനെ ലാക്കാക്കി ഇറാൻ തൊടുത്തുവിട്ട ഭൂതല മിസൈൽ ലോഞ്ചറുകളെ നിർവീര്യമാക്കുകയും ചെയ്തു ഈ മൊസാദിന്റെ ടീം. അതിനുള്ള ശക്തമായ സംവിധാനം എയർഡോം ഉൾപ്പെടെയുള്ളത് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ശക്തമായ നീക്കമാണ് ഇസ്രായേൽ നടത്തിയത്. ഇറാനെ തകർക്കാൻ പോകുന്ന ആയുധങ്ങൾ വാഹനങ്ങളിൽ ഇറാനിലേക്ക് മൊസാദ് കടത്തിക്കൊണ്ടുപോയി എന്നുള്ള ഒറ്റ രാത്രി കൊണ്ട് കടത്തിക്കൊണ്ടുപോയി എന്നുള്ള റിപ്പോർട്ടുമുണ്ട്. ഈ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാക്കിയത് കൊണ്ടാണ് ഇറാന്റെ വ്യോമ പ്രതിരോധത്തെ ദുർബലമാക്കാനും ഇസ്രായേലി പോർ വിമാനങ്ങൾക്ക് ആധിപത്യം സ്ഥാപിക്കാനും കഴിഞ്ഞത്. ഇറാൻ ചാരന്മാരുടെ കണ്ണുവെട്ടിച്ചാണ് IDF-ഉം മൊസാദ് ഏജന്റുമാരും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ആരെയും ഞെട്ടിക്കുന്ന ഓപ്പറേഷന് വേണ്ട ക്രമീകരണങ്ങൾ ഉണ്ടാക്കിയത്. IDF-നെ കൂടാതെ പ്രതിരോധ കരാറുകാരുടെ കൂടി സഹായത്തോടെയാണ് ഈ രഹസ്യ ഓപ്പറേഷൻ മുന്നേറിയത്. ഇറാനിൽ 13 ഇടത്താണ് ഇസ്രായേൽ വ്യോമാക്രമണം ഇപ്പോൾ ഇതുവരെ നടത്തിയത് എന്നാണ് റിപ്പോർട്ട്. ഇസ്രായേൽ ജനവാസ മേഖലകളിലാണ് ആക്രമണം നടത്തിയത് എന്നും നിരവധി പേർ മരിച്ചു എന്നുള്ള റിപ്പോർട്ടുണ്ട്. 2 ആണവ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടു. റവല്യൂഷണറി ഗാർഡ് കമാൻഡർ ഹുസൈൻ സലാമി കൊല്ലപ്പെട്ടു. നേഷൻ ഓഫ് ലയൺസ് എന്ന പേരിൽ ആണ് ഇസ്രായേൽ ഇപ്പോൾ ആക്രമണം നടത്തുന്നത്. ടെഹ്റാനിൽ നിന്നുള്ള വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. അതായത് കാലങ്ങൾക്ക് മുൻപേ തയ്യാറെടുത്ത സംവിധാനങ്ങൾ ഏറ്റവും ശക്തമായി പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ ഇറാനിൽ കടന്നു കയറിക്കൊണ്ട് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ യുദ്ധമൊന്നിനും ഒരു പരിഹാരമല്ല. യുദ്ധം ചെയ്യുന്നത് ഒരിക്കലും നമ്മൾ അംഗീകരിക്കില്ല. യുദ്ധത്തിനെതിരാണ് നമ്മൾ. യുദ്ധം ചോരയാണ്, ദുഃഖമാണ്, കണ്ണീരാണ്. ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. എന്നാലും ഇസ്രായേലിന്റെ നീക്കങ്ങൾ കാലങ്ങൾക്ക് മുൻപേ ചരിത്രപരമായ നീക്കങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് ഇറാന്റെ മണ്ണിൽ കടന്നു കയറിക്കൊണ്ട് ഇസ്രായേൽ നടത്തുന്ന ഈ നീക്കങ്ങളുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് ഇസ്രായേലിന്റെ ആ ഒരു ബൗദ്ധിക നിലവാരം, പ്രത്യേകിച്ചും യുദ്ധരംഗത്തുള്ള ബൗദ്ധിക നിലവാരത്തെ സൂചിപ്പിക്കുന്നു. മൊസാദ് പോലെ, അതുപോലെ തന്നെ എയർഡോം പോലെ, അതുപോലെ അത്യന്താധുനിക IDF-ന്റെ പല പദ്ധതികൾ പോലെ ഏറ്റവും ശക്തമായ നീക്കങ്ങൾ സൈനിക പ്രതിരോധ രംഗത്ത് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറാൻ എങ്ങനെ തിരിച്ചടിക്കും, എങ്ങനെ പ്രതികരിക്കും എന്നതിനെക്കുറിച്ച് നമുക്കിപ്പോൾ അറിയില്ല. എന്തൊക്കെ വന്നാലും പശ്ചിമേഷ്യയിൽ സമാധാനം എന്നുള്ള ആ ഒരു അന്തരീക്ഷം വീണ്ടും കലുഷിതമായിരിക്കുന്നു. സമാധാനമില്ലായ്മ കടന്നു വന്നിരിക്കുന്നു. യുദ്ധസമാനമായ അവസ്ഥ കടന്നു വന്നിരിക്കുന്നു. കാലങ്ങളായി പ്ലാൻ ചെയ്ത പദ്ധതികൾ ഇസ്രായേൽ ഇറാനിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന സൂചനകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.